ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന അസുഖത്തിനെ പറ്റിയാണ്. റെറ്റിന ഇളകി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അത് അർജൻറ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്നേക്കുമായി കാഴ്ച പോകുന്ന ഒരു അസുഖമാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്രവിഭാഗം മേധാവിയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും പുതിയതായി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കാണാൻ സാധിക്കും. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മേജർ എമർജൻസി സിറ്റുവേഷനാണ്. റെറ്റിന കണ്ണിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒരു ക്യാമറയുടെ ഫിലിം പോലെ ഏറ്റവും പിന്നിലുള്ള ഒരു സ്ട്രക്ചറാണ്. റെറ്റിനയിലേക്ക് ലൈറ്റ് ഫോക്കസായി വന്ന് വീഴുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഈ റെറ്റിന ഏറ്റവും പിന്നിലുള്ള ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. അത് ഇളകി വരുന്ന ഒരു സിറ്റുവേഷനാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മളുടെ കണ്ണിൻ്റെ ആ ഘടന അനുസരിച്ച് ഇൻട്രാോക്കുലർ പ്രഷർ അല്ലെങ്കിൽ റെറ്റിനയുടെ പുറത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് വലിച്ചുള്ള പ്രഷർ, ഇതെല്ലാം റെറ്റിനയെ അവിടെ ചേർത്ത് നിർത്തുന്നുണ്ട്. കുറച്ച് പ്രായമാകുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിലെ വിട്രിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അത് കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിൽ ഒരു മുട്ടയുടെ വെള്ള പോലെ കണ്ണിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ജെല്ലി പോലെയുള്ള ഒരു സാധനമാണ്. ഈ വിട്രിയസ് റെറ്റിനയുമായി വളരെ ചേർന്ന് നിൽക്കുകയാണ്. പ്രായമാകുമ്പോൾ കുറേശ്ശെ ഈ വിട്രിയസ് റെറ്റിനയിൽ നിന്ന് വിട്ടുവരും. അത് എല്ലാവർക്കും വിട്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനാണ് പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് അഥവാ PVD എന്ന് പറയുന്നത്. ഒരു 60-65 വയസ്സാകുമ്പോഴേക്കും ഒരുവിധം 80% ആളുകൾക്കും PVD നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് റെറ്റിനയിൽ നിന്ന് വിട്രിയസ് വിട്ടു വന്നിട്ടുണ്ടാകും. ആ വിട്ടു വരുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ എല്ലാ ഭാഗവും ഒരുമിച്ച് വിട്ടുവരില്ല. ചില ഭാഗത്ത് വിട്ടുവരികയും വേറെ ചില ഭാഗത്ത് വീണ്ടും റെറ്റിനയുമായി ഒട്ടിയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോൾ ഈ വിട്രിയസ് റെറ്റിനയെ വലിക്കും. ഈ വലിവ് നമുക്ക് ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ്നിങ് പോലെ, ഒരു മിന്നൽ പിണർ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പലർക്കും ഒരു 50-55 വയസ്സിൽ പെട്ടെന്ന് നമ്മൾ ഇരുട്ടത്തിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പെട്ടെന്നൊരു മിന്നൽ പിണർ പോലെ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിട്രിയസ് റെറ്റിനയെ കുറേശ്ശെ വലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിട്രിയസ് പൂർണ്ണമായി വിട്ടുവരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കണ്ണിന് മുമ്പിൽ ചിലപ്പോൾ മാറാമ്പില വല പോലെയോ അല്ലെങ്കിൽ ചില പുള്ളിക്കുത്തുകൾ പോലെയോ ഒക്കെയുള്ള ഫ്ലോട്ടേഴ്സ് വരാം. വിട്രിയസ് പൂർണ്ണമായും റെറ്റിനയിൽ നിന്ന് വിട്ടുവരികയാണെങ്കിൽ ഈ ഫ്ലോട്ടേഴ്സാണ് നമ്മൾ കാണുക. പൂർണ്ണമായും വിട്ടുവരാത്ത ആളുകൾക്കാണ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് അഥവാ മിന്നൽ പോലെ കാണുന്നത്, ലൈറ്റിൻ്റെ ഒരു പെട്ടെന്നൊരു മിന്നൽ പോലെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ഫ്ലാഷ് വരുന്നത്? റെറ്റിനയെ വിട്രിയസ് പിടിച്ച് വലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈറ്റ് ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും റെറ്റിനയെ സ്റ്റിമുലേറ്റ് ചെയ്താലും റെറ്റിന പറയും ലൈറ്റ് കാണുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ലൈറ്റനിങ് പോലെ കാണുന്നത്. അങ്ങനെ വലിച്ച് പെട്ടെന്നൊരു കീറൽ വരികയാണെങ്കിൽ, റെറ്റിനയുടെ ഉള്ളിലൊരു കീറൽ വരികയാണെങ്കിൽ ആ കീറലിനുള്ളിലൂടെ വിട്രിയസ് ഉള്ളിലേക്ക് കയറുകയും ഇളക്കിക്കൊണ്ടുവരികയും ചെയ്യും. ഈ പ്രക്രിയയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരാനുള്ള സാധ്യത? ഒന്ന്, മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി. നമുക്കറിയാം, മയോപ്പിയയ്ക്ക് കണ്ണാടി വയ്ക്കുന്ന ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്.
മയോപ്പിയ ഉള്ളവർക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2, മയോപ്പിയ ഉള്ളവർക്ക് തന്നെ ലാറ്റിസ് ഡിജനറേഷൻ എന്ന് പറഞ്ഞ് റെറ്റിനയുടെ പെരിഫറിയിൽ ചെറിയ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ആ ലാറ്റിസ് ഡിജനറേഷൻ ഉള്ളവർക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. 3, ഇഞ്ചുറി വന്നാൽ, കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി അടിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കൊരു ബൈക്കിൽ നിന്ന് വീണു, ഒരു കാർ ഇടിച്ചു, അല്ലെങ്കിൽ നമുക്ക് തലയിൽ എന്തെങ്കിലും അടി കൊണ്ടു, അപ്പം അങ്ങനെയുള്ളൊരു ഇളക്കം വരുന്നവർക്ക് നോർമൽ സമയമാകുന്നതിന് മുമ്പ് തന്നെ വിട്രിയസ് റെറ്റിനയിൽ നിന്ന് ഇളകി വരാൻ തുടങ്ങും. അപ്പോൾ ആ റെറ്റിനയും വിട്രിയസും തമ്മിലുള്ള ഒട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ഈ വിട്രിയസ് റെറ്റിനയിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ചില ഭാഗത്ത് വിട്ടുവരികയും ചില ഭാഗത്ത് വിട്ടുവരാതിരിക്കുകയും ചെയ്യുകയും ആ വിട്ടുവരാത്ത ഭാഗം വലിച്ച് കീറാനുള്ള സാധ്യതയുണ്ട്. 4, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞാലോ അല്ലെങ്കിൽ കണ്ണിനുള്ളിൽ വേറെ എന്തെങ്കിലും ശസ്ത്രക്രിയകൾ കഴിഞ്ഞാലോ യങ് ആയിട്ടുള്ള ഏജിലാണ് കഴിയുന്നതെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ വളരെ റെയർലി ജനറ്റിക് ആയിട്ടുള്ള ചില അസുഖങ്ങളിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരാനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ലക്ഷണങ്ങളെപ്പറ്റി നോക്കാം. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതിന് മുമ്പേ തന്നെ റെറ്റിനയിലൊരു കീറൽ വന്നിട്ടുണ്ടാകണം. ഈ കീറലിന് മുന്നോടിയായി കണ്ണിന് മുമ്പിൽ കുറച്ച് ഫ്ലാഷസ് ഓഫ് ലൈറ്റും അല്ലെങ്കിൽ കണ്ണിൽ ഫ്ലോട്ടേഴ്സും, കണ്ണിന് മുമ്പിൽ കുറേ ഫ്ലോട്ടേഴ്സും വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരികയാണെങ്കിൽ പെട്ടെന്നൊരു ഭാഗത്ത്, നമ്മളുടെ കാഴ്ചയുടെ ഒരു ഭാഗത്ത് ഒരു കർട്ടൻ വീണതുപോലെ അത്രയും ഭാഗത്തെ കാഴ്ച പോകും. ഓരോ ദിവസവും ഈ കർട്ടൻ വീണ്ടും മുമ്പിലേക്ക് വന്ന് നമ്മളുടെ സെൻട്രൽ കാഴ്ച മറച്ച് പിന്നെ മുഴുവനായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഒരു പെരിഫറിയിൽ നിന്ന് തുടങ്ങി പ്രോബബ്ലി മുഴുവൻ റെറ്റിനെ ബാധിക്കാം. ഇപ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരികയാണെങ്കിൽ ഈ കർട്ടൻ ഇട്ടതുപോലെയുള്ള കറുപ്പ്, അതായത് ഫ്ലാഷസ്, ഫ്ലോട്ടേഴ്സ്, ഇത് വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു കാഴ്ചയുടെ ഒരു ഭാഗത്ത് കർട്ടൻ ഇട്ടതുപോലെ കാഴ്ച പോവുകയും അത് പതുക്കെ സ്പ്രെഡ് ചെയ്ത് സെൻറ്ററിനെ ബാധിച്ച് പൂർണ്ണമായും കറുപ്പ് ബാധിക്കുന്ന ഒരു രോഗമാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഈ ഒരു പ്രോഗ്രഷൻ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ചിലർക്ക് 1 മാസം കൊണ്ടോ സംഭവിക്കാം. ചിലർക്ക് താഴേന്ന് മുകളിലേക്കായിരിക്കും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വരിക, അത് കുറച്ചുകൂടെ പതുക്കെ ആയിരിക്കും വരിക. അതേസമയം മുകളിൽ നിന്നും താഴേക്ക് വരുന്ന റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വളരെ സ്പീഡിലായിരിക്കും പ്രോഗ്രസ് ചെയ്യുക. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് പൂർണ്ണമായും വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു കടലാസ് ചുരുട്ടുന്നത് പോലെ റെറ്റിന ചുരുണ്ടു പോകും. അതിനാണ് PVR അഥവാ പ്രോളിഫറേറ്റീവ് വിട്രിയോ റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡോക്ടർ കണ്ണ് ഡയലേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെറ്റിന യഥാസ്ഥാനത്തു നിന്ന് ഇളകിയിരിക്കുകയാണെന്നും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നും വളരെ ഉറപ്പിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ചികിത്സ? എപ്പോഴാണ് ചികിത്സ ചെയ്യേണ്ടത്? റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊരു എമർജൻസിയാണ്. നമ്മളുടെ ഒരു ഫ്രാക്ചർ വന്നു എന്ന് വിചാരിച്ചോ, നമുക്കത് ആസ് ഏർലി പോസിബിൾ നമുക്കത് കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നാൽ നമുക്ക് ആസ് ഏർലി ആസ് പോസിബിൾ അതിനെ കറക്റ്റ് ചെയ്യണം. ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് അതിനെ തിരിച്ചൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് യൂഷ്വലി ഒരു 80-85% കാഴ്ച തിരിച്ചു കിട്ടാറുണ്ട്. അതേസമയം റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ ആണ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാഴ്ച കിട്ടുന്നത് കുറഞ്ഞ് വരികയാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ചുരുക്കത്തിൽ RD എന്നാണ് പറയുന്നത്. ഈ RD വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്ത്, വിട്രെക്ടമി എന്നാണ് ആ ഓപ്പറേഷന് പറയുക, വിട്രെക്ടമി ചെയ്ത് റെറ്റിനെ തിരിച്ചൊട്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് കാഴ്ച മാക്സിമം തിരിച്ച് കിട്ടാനായിട്ടുള്ള ഒരേ ഒരു മാർഗം. അത് പെട്ടെന്ന് തന്നെ ചെയ്യുക. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് സർജറിക്ക് വേണ്ടിയിട്ട്
നമുക്ക് തുന്നലില്ലാത്ത സർജറിയും തുന്നലുള്ള സർജറിയുമുണ്ട്. തുന്നലില്ലാത്ത സർജറിയാണ് എപ്പോഴും കുറച്ചുകൂടെ മുന്തി നിൽക്കുന്നത്. അത് നമുക്ക് ചെറിയ ഒരു പോർട്ട് എന്നുള്ള രീതിയിൽ കണ്ണിനുള്ളിലേക്ക് നമ്മൾ 3 പോർട്ട്സ് ഉണ്ടാക്കും. അതിൽ ഒരു പോർട്ടിലൂടെ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ് നിറയ്ക്കും. മറ്റേ 2 പോർട്ടുകളിലൂടെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. ഒരു പോർട്ടിനുള്ളിൽ കൂടെ നമ്മൾ ലൈറ്റ് കാണിക്കുകയും മറ്റേ പോർട്ടിനുള്ളിലൂടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യും. ആദ്യം വിട്രിയസ് എന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എടുത്തു മാറ്റും. അതിനുശേഷം റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിനെ നമ്മൾ വളരെ നന്നായി നോക്കി അതിലൊരു ചെറിയൊരു ഓപ്പണിംഗ് ഇട്ട് അതിനുള്ളിലൂടെ റെറ്റിനയുടെ അടിയിലുള്ള ഫ്ലൂയിഡിനെ മുഴുവൻ നമ്മൾ വെളിയിലേക്ക് എടുക്കും. റെറ്റിനയെ നന്നായിട്ട് അമർത്തുവാനായി എയർ ബബിൾ അല്ലെങ്കിൽ ഗ്യാസ് ബബിൾ ഉപയോഗിക്കും. അതിനുശേഷം പലപ്പോഴും നമ്മൾ സിലിക്കോൺ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ നിറച്ച് അവിടെ അമർത്തി വയ്ക്കും. നമുക്ക് റെറ്റിനയും അതിൻ്റെ പിന്നിലുള്ള സ്ട്രക്ചേഴ്സുമായി നന്നായിട്ട് ഒട്ടാൻ വേണ്ടി ചുറ്റും നമ്മൾ ലേസർ ചെയ്ത് എല്ലാം ശരിയായി എന്ന് ഉറപ്പ് വരുമ്പോൾ 3-4 മാസം കഴിഞ്ഞ് സിലിക്കോൺ ഓയിൽ റിമൂവ് ചെയ്യും. ഈ പ്രക്രിയ കറക്റ്റായി റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായി ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം നല്ല കാഴ്ച പിടിച്ചു നിർത്തുവാനായി സാധിക്കും.